കോട്ടയം കുറവിലങ്ങാട് കഞ്ചാവ് ലഹരിയിൽ വഴിയരികിൽ നിന്നയാളെ കിണറ്റിൽ തള്ളിയിട്ട് യുവാവ്. നിരവധി ലഹരി കേസുകളിൽ ഉൾപ്പെട്ട ജിതിനാണ് അക്രമം നടത്തിയത്. ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തിയാണ് കിണറ്റിൽ വീണ ജോൺസനെ ഒടുവിൽ കരയ്ക്ക് കയറ്റിയത്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ടോബി ജോൺസൺ വിവരങ്ങൾ നൽകും കോട്ടയത്ത്. ടോബി, ഇത് ഇന്നലെ രാത്രിയോ മറ്റോ ആണോ ഈ അക്രമം നടന്നത്? വഴിയരികിൽ നിന്നയാളെ ലഹരിക്കടിമയായ ഒരാൾ കിണറ്റിൽ തള്ളിയിടുക, ഇത് എപ്പോൾ നടന്നതാണ് ടോബി? വിജയകുമാർ, ശനിയാഴ്ച രാത്രിയിലാണ് ഈ സംഭവം നടക്കുന്നത്. ഇത് ഇന്നാണ് പുറത്തേക്ക് വന്നത്. എന്തായാലും ഈ വഴിയിൽ ഒരു വീട്ടിലേക്ക്, ജോൺസൺ എന്ന് പറയുന്ന വ്യക്തിയുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയിലാണ് അവിടെ ലഹരി ഉപയോഗിച്ചതിന് ശേഷം ഈ ജിതിൻ എന്ന് പറയുന്ന പ്രതി നിൽക്കുകയായിരുന്നു. അതിലെ കടന്നു പോയ സമയത്ത് ഇവർ തമ്മിൽ തർക്കത്തിൽ ഏർപ്പെടുകയായിരുന്നു. തുടർന്നാണ് ഈ ജിതിൻ എന്ന് പറയുന്ന വ്യക്തി ജോൺസനെ തള്ളി കിണറ്റിലേക്ക് ഇടുന്നത്. ആ കിണറ്റിലേക്ക് ഇട്ടത് പിന്നാലെ തന്നെ നാട്ടുകാരിൽ ചിലർ അവിടേക്ക് വന്നത് കൊണ്ടാണ് ഇത് ഈ ഒരു സംഭവം കണ്ടത്, പുറത്തറിഞ്ഞത്. ഉടൻ തന്നെ ഫയർഫോഴ്സിനെയും പോലീസിനെയും വിവരം അറിയിച്ചു. പാലായിൽ നിന്നും ഫയർഫോഴ്സ് സംഘം എത്തിയാണ് ജോൺസനെ ഏറെ നേരം പണിപ്പെട്ടതിന് ശേഷമാണ് മുകളിലേക്ക് കയറ്റിയത്. എന്തായാലും ഈ സംഭവത്തിന് തൊട്ട് പിന്നാലെ തന്നെ ഈ ജിതിൻ എന്ന വ്യക്തി അവിടെ നിന്നും രക്ഷപ്പെട്ടു. ഇയാൾ ലഹരിക്ക് അടിമപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ചിരുന്നു എന്നുള്ള വിവരമാണ് നാട്ടുകാരും പങ്കുവെക്കുന്നത്. മറ്റു ചില കേസുകളും ഇദ്ദേഹത്തിനുണ്ട് എന്നുള്ള വിവരമാണ് നമുക്കറിയാൻ സാധിച്ചത്. എന്തായാലും ഈ പ്രതിയെ പിടിക്കാനുള്ള നടപടികൾ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. വിജയകുമാർ. യെസ്, കോട്ടയം കുറവിലങ്ങാട് എന്നുള്ള ദൃശ്യങ്ങളാണ്. കഞ്ചാവ് ലഹരിയിൽ വഴിയരികിൽ നിന്നയാളെ കിണറ്റിൽ തള്ളിയിട്ടു. നിരവധി ലഹരി കേസുകളിൽ ഉൾപ്പെട്ട ജിതിൻ ആണ് ഇതിലെ പ്രതി. അയാൾ ഇപ്പോൾ ഒളിവിലാണ്. അയാളെ കണ്ടെത്താൻ പോലീസ് ശ്രമിക്കുകയാണ്. ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തിയാണ് ഈ ജോൺസൺ എന്ന ആ കിണറ്റിൽ വീണയാളെ രക്ഷപ്പെടുത്തിയത്. ശനിയാഴ്ച രാത്രിയിൽ നടന്നതാണ്. ഇതിന്റെ ദൃശ്യങ്ങളൊക്കെ ഇപ്പോഴാണ് പുറത്തു വരുന്നത്. ടോബി ജോൺസൺ ആണ് വിവരങ്ങൾ നൽകിയത്.